ഹായ് ഫ്രണ്ട്സ്, കുങ്ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. ഇന്നത്തെ വീഡിയോ ഫുൾ ബോഡി സ്ട്രെച്ചിങ് ആണ്. ഫുൾ ബോഡി സ്ട്രെച്ചിങ് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ആ വീഡിയോ ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മൂവ്മെൻറ്റും കൂടി ഒരു വീഡിയോയിൽ തീരില്ല. അപ്പോൾ ഞാൻ കുറച്ച് മൂവ്മെൻറ്റുകൾ മാത്രമേ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നുള്ളൂ. ബാക്കി മൂവ്മെൻറ്റുകൾ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആ ബോഡി സ്ട്രെച്ചിങ് നമ്മൾ 3 രീതിയിലാണ് ചെയ്യുന്നത്. നിന്നുകൊണ്ടും അതുപോലെ തന്നെ ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടുമുള്ള 3 തരത്തിലുള്ള സ്ട്രെച്ചിങ്ങുകളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിങ്ങിലുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നത്. അപ്പം ഈ ബേസിക് സ്ട്രെച്ചിങ്ങുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് പാറ്റേൺ ഒന്ന് പറഞ്ഞുതരാം. കാരണം അതല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിച്ചൊന്ന് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നെക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കൈകൾ ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കുക. ഇത് ബാക്ക് നെക്കിൽ കഴുത്തിന് പുറകിലായിട്ട് ഇതുപോലെ ഒന്ന് പിടിക്കുക, അമർത്തി പിടിക്കുക. പിടിച്ചിട്ട് ചെയ്യേണ്ടത് തല താഴേക്ക് ഇതുപോലെ, നടുവൊന്നും വളയരുത്. ബോഡി സ്ട്രൈറ്റ് ആയിട്ട് നിന്നിട്ട് നമ്മൾ കഴുത്ത് മാത്രമാണ് വളയേണ്ടത്. ഇത് മാത്രം താഴേക്കൊന്ന് വലിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഒരു 10 സെക്കൻഡ് ഈ ഒരു പൊസിഷനിൽ നിന്ന് വലിച്ച് ടൈറ്റ് ചെയ്തൊന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം റേസ് ചെയ്യുക. അടുത്തൊരു മൂവ്മെൻറ്റ് ചെയ്യുന്നത് ഇതുപോലെ 2 വിരലിങ്ങനെ ചിന്നിൻ്റെ താഴേക്ക് ഇതിലേക്ക് ഇവിടെ പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് അതുപോലെ നമ്മൾ താഴേക്ക് ഡൗൺ ചെയ്ത് വലിച്ചു പിടിച്ചതുപോലെ തന്നെ മുകളിലേക്കൊന്ന് പുഷ് ചെയ്യുക. അതും 10 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം റിലീസ് ചെയ്യുക. എല്ലാ മൂവ്മെൻറ്റും 10 സെക്കൻഡ് വീതം ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വേണം തിരിച്ചു വരാണ്ട്. അപ്പോൾ നമ്മൾ 2 മൂവ്മെൻറ്റ് ചെയ്തു. ഇനി സൈഡിലേക്കാണ്. സൈഡിലേക്ക് ചെയ്യുന്നതിന് നമ്മൾ കൈ ഇതുപോലെ തന്നെ ചില്ലിൽ ഇവിടെ ക്യാച്ച് ചെയ്യുക. അടുത്ത കൈ ഹെഡിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഇങ്ങനെ പിടിക്കുക. ഇവിടുന്ന് ഈ 2 കൈ ഉപയോഗിച്ചുകൊണ്ട് ബോഡി സ്ട്രൈറ്റ് ആയിട്ട് നിർത്തിക്കൊണ്ട്, ഷോൾഡർ സ്ട്രൈറ്റ് ആയിട്ട് നിർത്തിക്കൊണ്ട് നെക്ക് മാത്രം, ഫേസ് മാത്രം ഇതുപോലെ ഒന്ന് തിരിച്ച് ടേൺ ചെയ്യുക. ബോഡി ടേൺ ചെയ്യാതെ ഇത് മാത്രം. ഇതും ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഓപ്പോസിറ്റ് കൈ അതുപോലെ തന്നെ തിരിച്ച് പിടിച്ചിട്ട് ഈ ഒരു സൈഡിലേക്ക് വലിച്ച് ടൈറ്റ് ചെയ്യുക. ഇതും 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലീസ് ചെയ്യുക. അടുത്തായിട്ട് തലയുടെ ഈ ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് ക്യാച്ച് ചെയ്യുക. എന്നിട്ട് സൈഡിലേക്ക് നമ്മൾ ഷോൾഡറിലേക്ക് ഫേസ് ടച്ച് ആവുന്ന രീതിയിൽ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക, 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അത് ഓപ്പോസിറ്റ് സൈഡിലേക്കും സെയിം അതുപോലെ തന്നെ ചെയ്യുക. ഈ ഒരു സൈഡ് ചെയ്യുക. അതിനുശേഷം അടുത്തത് നമ്മൾ കൈയിലേക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് ഇനി കൈയിലേക്ക് വരുന്ന രീതിയിൽ. അപ്പോൾ കൈയിലേക്ക് വരുന്നതിന് 2 കൈ ഇതുപോലെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് പിടിക്കുക. ഇവിടെ നിന്ന് ഒരു കൈ ഇതുപോലെ ഈ മുട്ടുകൈയുടെ താഴെ കൂടി, നമ്മുടെ എൽബോൻ്റെ താഴെ കൂടി ഒരു കൈ ഇതുപോലെ ഒന്ന് മുട്ടുകൈ മടക്കുക. മടക്കിയിട്ട് 2 കൈ ഫിസ്റ്റ് ടൈറ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ കൈ വെച്ച് ഇതിനെ ഈ ഒരു സൈഡിലേക്ക് ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. ഈ കൈ വെച്ച് ഇങ്ങോട്ട് പ്രസ് ചെയ്യുന്നതിനോടൊപ്പം അടുത്ത കൈ വെച്ച് തിരിച്ച് വരാനും ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കൊന്ന് പവർ കൊടുക്കും. അതിനുശേഷം അടുത്ത സൈഡും അതുപോലെ തന്നെ ചെയ്യുക. സെയിം അതേ മൂവ്മെൻറ്റ് തന്നെ ചെയ്യുക. അടുത്തതായിട്ട് കൈ ഇതുപോലെ ഒന്ന് മുകളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഒരു കൈ വെച്ച് അടുത്ത കൈയുടെ റിസ്റ്റിലേക്കൊന്ന് ക്യാച്ച് ചെയ്യുക. റിസ്റ്റിലേക്ക് ക്യാച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങോട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഇത് ചെയ്യുമ്പോഴും തിരിച്ചൊന്ന് ഓപ്പോസിറ്റ് ഒന്ന് പവർ എടുക്കുക. ഈ കൈ തിരിച്ചൊന്ന് ഇങ്ങോട്ടും പവർ കൊടുക്കുക. 2 സൈഡിലേക്ക് ഒരുപോലെ തന്നെ വരുന്ന രീതിയിൽ ഒന്ന് റെസിസ്റ്റൻസ് കൊടുത്തുകൊണ്ട് ടൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക്. അപ്പോൾ അടുത്തായിട്ട് ഇതുപോലെ ഒന്ന് മടക്കുക. ഒരു കൈ ഇതിന് താഴെ, ഓപ്പോസിറ്റ് കൈ എൽബോയിലേക്ക്. ഇവിടെ നിന്ന് നമ്മുടെ തലയുടെ മുകളിൽ കൂടി ഇതുപോലെ മുകളിലേക്കൊന്ന് ഉയർത്തി പിടിക്കുക. ഈ ഒരു പാർട്ട് ടൈറ്റ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ ഒരു വശത്തേക്കും അതുപോലെ തന്നെ ചെയ്യുക. എല്ലാ മൂവ്മെൻറ്റുകളും 10 സെക്കൻഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. 10 സെക്കൻഡിൽ നിങ്ങളൊരു 10 കൗണ്ട് ചെയ്യുന്ന പോലെ 1 2 എന്നുള്ള ഒരു നോർമൽ കൗണ്ടിൽ 10 കൗണ്ട് ചെയ്യുന്ന ആ ഒരു പൊസിഷനിലേക്ക് നിന്നാലും മതി. അപ്പോൾ ഈ ഒരു ഇത് കൂടി ചെയ്യുക. സെയിം. ഇനി അടുത്തായിട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പാമിൻ്റെ റിസ്റ്റിൻ്റെ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ കൈ ഇതുപോലെ സ്റ്റഡിയാക്കി പിടിക്കുക. അടുത്ത കൈ ഇതിൻ്റെ വിരലുകളെല്ലാം ചേർത്തിട്ട് ഈ ഒരു പാർട്ടിലേക്ക്. ഇനി ഇവിടുന്ന് മുട്ടുകൈ ബെൻഡാവാതെ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഇത് താഴേക്കും നന്നായിട്ടൊന്ന് മടക്കി റിസ്റ്റ് ടൈറ്റ് ചെയ്ത് പിടിക്കുക. അത് 2 സൈഡ് അതുപോലെ തന്നെ, ഈ ഒരു വശത്തും ഈ ഒരു വശത്തും. അപ്പോൾ അടുത്തൊരു മൊമെൻറ്റ് ലെഗ് ഇതുപോലെ ഒരു അല്പം വൈഡ് ചെയ്ത് വെക്കുക. ഒരു കാല് പുറത്തേക്ക് തിരിച്ചു വെക്കുക. ഇതുപോലെ ടോ പുറത്തേക്കാക്കി വെക്കുക. അടുത്ത കാല് ഇങ്ങനെ ക്രോസ് ആയിട്ട് തന്നെ വെക്കുക. പിന്നെ ഇവിടുന്ന് കൈ ഇതുപോലെ, നിങ്ങളുടെ കൈ ലെഫ്റ്റ് ലെഗാണ് ഇതുപോലെ വെക്കുന്നതെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഈ ഒരു പാർട്ടിൽ, റൈറ്റ് ലെഗിൻ്റെ ഈ പാർട്ടിൽ വരിക. റൈറ്റ് ഹാൻഡ് ഇവിടെ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് മുകളിലേക്ക് വരിക. പിന്നെ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് സൈഡിലേക്കൊന്ന് ബെൻഡ് ചെയ്യുക. ഈ കൈ താഴേക്ക് വരുന്ന രീതിയിൽ
സ്ലോവിലി കുറച്ച് ടൈം എടുത്തിട്ട് സ്ലോവിലി ചെയ്യാം. കാലിൽ ഒന്ന് ടച്ച് ആവുന്ന രീതിയിൽ തിരിച്ചു പോവുക. സെയിം അത് ഓപ്പോസിറ്റ് സൈഡിലേക്കും ഈ കാല് ഇതുപോലെ തന്നെ വെക്കുക. കൈ ഇവിടെ ക്രോസ് ചെയ്യുക. അടുത്ത കൈ എടുത്തിട്ട് ഇവിടുന്ന് ബോഡി ഇതുപോലെ സ്ലോവിലി ബാലൻസ് പോവാതെ, ഒരിക്കലും തിരക്ക് പിടിച്ച് സ്ട്രെച്ച് ചെയ്യരുത്, വളരെ സ്ലോവിലി ചെയ്യാൻ ശ്രമിക്കുക. തിരിച്ചു വരിക. ഇത് ചെയ്യുന്ന സമയത്ത് ബോഡി ഇതുപോലെ ഇങ്ങോട്ട് ടേൺ ആയി പോവാതെ മാക്സിമം ഇങ്ങനെ സൈഡ് വ്യൂ തന്നെ, ഇങ്ങനെ ബോഡി ഇതുപോലെ ഇങ്ങോട്ട് ഫ്രണ്ട് വരാതെ ഈ ഒരു വ്യൂ തന്നെ വേണം നമുക്ക് ഈ ഒരു മൂവ്മെന്റ് ചെയ്യാനായിട്ട്. ബോഡി ടേൺ ആയി പോകരുത്, പരമാവധി ഇങ്ങനെ തന്നെ നേരെ തന്നെ പിടിക്കാൻ നോക്കുക. അപ്പം നെക്സ്റ്റ് ഒരു മൂവ്മെന്റ് ആയിട്ട് ലെഗ് ഒന്ന് ഒരല്പം ഒന്ന് വൈഡ് ചെയ്ത് വെക്കുക. ഇവിടെ നിന്ന് കൈകൾ ഇതുപോലെ ഒന്ന് ഫ്ലോറിലേക്ക് ടച്ച് ചെയ്യുക. ഹെഡും താഴേക്ക് മാക്സിമം വരുന്ന രീതിയിൽ അപ്പ് ചെയ്യുന്ന സമയത്ത് കൈ രണ്ടും ഇതുപോലെ നിങ്ങൾ രണ്ട് സൈഡിലേക്ക് കൊടുക്കുക. ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ബാക്ക് ബെൻഡ് ചെയ്യുക. ബാക്ക് ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഹിപ്പിന്റെ ഒരു പൊസിഷൻ നോക്കുക. ഹിപ്പിന്റെ പൊസിഷൻ ഒരല്പം ഫ്രണ്ടിലേക്ക്, ഈ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് അല്പം ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഒന്ന് പുഷ് ചെയ്യാം. ഇവിടെ നിന്ന് വേണം ബെൻഡ് കൊടുക്കേണ്ടത്. തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും സ്ലോവിലി താഴെ വരിക. ഈ ഒരു മൂവ്മെന്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു മൂവ്മെന്റ് ആയിട്ട് ലെഗിന് കൊടുക്കാം. കാലിതുപോലെ തന്നെ, ഒരു കാലിതുപോലെ തന്നെ മടക്കി ഇവിടെ ചേർത്ത് പിടിക്കുക. മറ്റേ കാല് സ്റ്റഡി ആയിട്ട് ബാലൻസ് വീഴാതെ, നിങ്ങൾ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ഇത് കൊടുക്കുക. വീഴാതെ എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ബാലൻസ് ചെയ്യുക. എന്നിട്ട് ഒരു കൈ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം. കിട്ടുന്നവർ ഇതുപോലെ തന്നെ ചെയ്യുക. ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഈ ടൈറ്റ് പിടിക്കുന്നുണ്ടെങ്കിൽ പതിയെ ഇവിടെ നിന്ന് ഈ കാലൊന്ന് സ്റ്റഡി ആക്കാൻ ശ്രമിക്കുക. നീൻ്റെ ബെൻഡ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റഡി ആക്കുക. തിരിച്ചതുപോലെ തന്നെ വീണ്ടും ഒന്ന് ഇതുപോലെ ഇവിടെ കൊണ്ടുവരിക. വീണ്ടും ഒന്നുകൂടി ഒരു 4-5 വട്ടം ഈ ഒരു മൂവ്മെന്റ് ഒന്ന് ചെയ്യുക. ബോഡി കാല് മൊത്തം സ്റ്റഡി ആവുന്ന രീതിയിൽ. അതുപോലെ തന്നെ ചേഞ്ച് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ ചെയ്യുക. ഫസ്റ്റ് ടൈം ഇതുപോലെ ഇങ്ങോട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. ഈ കാല് ഇതുപോലെ ഒന്ന് തിരിച്ചു വെക്കുക. ഈ ഒരു ടൈറ്റ് ഇടിക്കുന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പായിട്ട് ഇതിവിടെ നിന്ന് കൈവച്ച് തന്നെ നീ ബെൻഡ് ആവാതെ മുട്ടുകാല് സ്റ്റഡി ആയിട്ട് വേണം വരാണ്ട്. വീണ്ടും ഇതിവിടെ ഒന്ന് കൊണ്ടുവരിക. രണ്ട് സൈഡും ചെയ്യും. അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേജായിട്ട് സെയിം ഇപ്പം നമ്മൾ ഇത് ചെയ്ത് നിങ്ങൾ അടുത്ത സ്റ്റേജായിട്ട് ഇതുപോലെ ഒന്ന് പിടിക്കുക. അത്യാവശ്യം ഒന്ന് ബാലൻസ് ആയി കഴിയുന്ന സമയത്ത് ഇവിടെ നിന്ന് സ്ലോവിൽ ഒന്ന് താഴേക്കൊന്ന് ഇരിക്കുക. നമ്മൾ സ്കോട്ട് ചെയ്യുന്ന പോലെ ഒരു ലെഗിൽ ഇതുപോലെ താഴെ സീറ്റ് ടച്ച് ചെയ്യാതെ, നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് എന്തിലെങ്കിലുമൊക്കെ ഒന്ന് സപ്പോർട്ട് കൊടുത്ത് ചെയ്യുക. സീറ്റ് താഴെ ഫ്ലോറിലേക്ക് ടച്ച് ചെയ്യേണ്ട, നമ്മൾ ഈ ഒരു കാലം മാത്രമാണ് താഴത്ത് വരുന്നത്. ഇതുപോലെ ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് തന്നെ പിടിക്കുക. ഇവിടെ നിന്ന് ജസ്റ്റ് അതുപോലെ തന്നെ കാലിലേക്ക് ലോഡ് കൊടുത്തുകൊണ്ട് ഒന്ന് അപ്പ് ചെയ്യുക. അപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് ഫോൾഡ് ചെയ്ത് തന്നെ പിടിച്ചുകൊണ്ട് ഇവിടെ വരിക. വീണ്ടും ഇതുപോലെ സ്ലോ ചെയ്ത് നിങ്ങൾ സ്കോട്ടും അതുപോലെ സിറ്റപ്സ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കാലിന് അത്യാവശ്യം ഇതുപോലെ ചെയ്യാനുള്ളൊരു ഫോഴ്സ് കിട്ടും. വീഴാതെ ഒന്ന് ബാലൻസ് ചെയ്ത് രണ്ട് സൈഡും ചെയ്യാം. അതുപോലെ ഈ ഒരു സൈഡും സെയിം ആ ഒരു മൂവ്മെന്റ് ചെയ്യാം. അപ്പോൾ ഇനി കുറച്ച് ഇരുന്നുകൊണ്ടുള്ള സ്ട്രെച്ചിങ് ചെയ്യാം. അപ്പോൾ സ്റ്റാൻഡിങ്ങിലെ സ്ട്രെച്ചിങ് തീർന്നിട്ടില്ല. കാരണം ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു സ്ട്രെച്ച് ചെയ്യാനാണെങ്കിൽ ഒരു 2, 3, 4 വീഡിയോസ് ചെയ്യാനുള്ള അത്തരം സ്ട്രെച്ചിങ്ങുകളുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ ഇനി ഇരുന്നുകൊണ്ടുള്ള കുറച്ച് മൂവ്മെന്റുകൾ നോക്കാം. ഫസ്റ്റ് ഇതുപോലെ തന്നെ ഇരിക്കുക. കാലെന്നിട്ട് ഒരു കാല് ഇതുപോലെ തന്നെ മുട്ടുകാല് ബാക്കിലേക്ക് ഇതുപോലെ മടക്കി വെക്കുക. വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നമ്മൾ ഈ 90 ഡിഗ്രിന്ന് മാക്സിമം നിങ്ങൾക്ക് എന്തോരം ബാക്കിലേക്ക് കിട്ടും, ബാക്കിലേക്ക് കുറച്ച് കൂടുതൽ പോകുന്ന രീതിയിൽ ഉണ്ട്. ഇതല്ലാതെ മാക്സിമം കുറച്ചുകൂടി കിട്ടുന്ന രീതിയിൽ ഉണ്ട്. ഈ കാല് മുട്ടുകാല് ബാക്കിലേക്ക് മടക്കി ഇതിനോട് സീറ്റിനോട് ചേർത്ത് കാല് പാദം സീറ്റിനോട് ചേർത്ത് വെക്കുക. ഇവിടെ നിന്ന് ഇതുപോലെ താഴെ സീറ്റിംഗ് ആയിട്ടിരിക്കുക. ചെയ്യേണ്ടത് രണ്ട് കൈ ഇതുപോലെ ഒന്ന് പിടിക്കുക. പിന്നെ ഇവിടുത്തെ ബോഡി ഇതുപോലെ ബെൻഡ് ചെയ്തുകൊണ്ട് ഏത് സ്ട്രെച്ചിങ് ചെയ്യുന്ന സമയത്തും നടുവ് ഇങ്ങനെ വളക്കരുത്, ഉള്ളിലേക്ക് വളക്കാതെ നടുവ് സ്ട്രെയിറ്റ് ആയിട്ട് ചെസ്റ്റ് പുറത്തേക്ക് ഓപ്പൺ ചെയ്ത് പിടിച്ചുകൊണ്ട് നട്ടലും നിവർന്നിരിക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ സ്ട്രെച്ചിങ്ങുകളെല്ലാം ചെയ്യാണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് കൈ രണ്ടും ഇതുപോലെ തന്നെ പിടിക്കുക. ഇവിടെ നിന്ന് ഈ കാലിൻ്റെ പുറത്തുകൂടി ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് കാലിൻ്റെ പുറത്തുകൂടി ഇതിലേക്ക് പിടിക്കുക. ഇനി തല കൊണ്ടുവന്നിട്ട് മുട്ടുകാലിലേക്ക് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് 10 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. തിരിച്ചു വരുന്ന സമയത്ത് ഈ രണ്ട് കൈയും ഒരു കൈ ഈ കാലിന് മുകളിലേക്ക് നമ്മൾ
ലെഫ്റ്റ് ഹാൻഡ് കാലിന് മുകളിലേക്ക്, റൈറ്റ് ഹാൻഡ് ഇവിടെ ഫ്ലോറിലേക്ക് ടച്ച് ചെയ്യുക. എന്നിട്ട് ബോഡി മാക്സിമം ഒന്ന് ബാക്കിലേക്കൊന്ന് ടേൺ ചെയ്യുക. ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ലെഗ് സ്കിഡായി ഇങ്ങനെ അവിടെ നിന്ന് ടേൺ ചെയ്ത് പോരാതെ മാക്സിമം ഇങ്ങോട്ട് ഒന്ന് ടേൺ ചെയ്യുക. ഈ ഒരു ഭാഗം മാക്സിമം ഒന്ന് ടേൺ ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇവിടെ വരിക. പഴയതുപോലെ തന്നെ ഇവിടെ ഒന്ന് ക്രോസ് ചെയ്ത് പിടിക്കുക, ക്യാച്ച് ചെയ്തിട്ട് തിരിച്ചു വരിക. ഒരു 4-5 വട്ടം ഈ ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാം. ഇത് സെയിം ഇത് തന്നെ ലെഗ് ചേഞ്ച് ചെയ്തിട്ട്, ഞാനിപ്പോൾ 2 സൈഡും ചെയ്യുന്നില്ല, നിങ്ങൾ ഇത് തന്നെ അടുത്ത കാല് ചേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു പൊസിഷനിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം. അപ്പോൾ അടുത്തൊരു സ്ട്രെച്ച് കൂടി നോക്കാം. ബോഡി ഫുള്ളായിട്ട് താഴേക്ക് ഫുള്ളായിട്ട് കിടക്കുക, നിവർന്ന് കിടക്കുക. കൈ രണ്ടും നമ്മൾ പുഷപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡറിൻ്റെ 2 വശത്തായിട്ട് വെക്കുക. ഇന്ന് ഇവിടുന്ന് ബോഡി അപ്പർ ബോഡി മാത്രം നമ്മുടെ അരയ്ക്ക് മുകളിലോട്ട് മാത്രം ഒന്ന് റൈസ് ചെയ്യാം. മുകളിലേക്ക് ഇതുപോലെ തന്നെ നോക്കുന്ന വിധത്തിൽ കാല് അവിടെ നിന്ന് ടച്ച് ഹൈറ്റ് പൊങ്ങാതെ അപ്പർ ബോഡി മാത്രം ഇതുപോലെ ഒന്ന് റൈസ് ചെയ്യും. തിരിച്ചു വരുന്ന സമയത്ത് നേരെ ബാക്കിലേക്ക്, സീറ്റ് ബാക്കിലേക്ക് ഇരിക്കുക. സീറ്റ് താഴെ ഫ്ലോറിൽ ടച്ച് ആവുന്ന രീതിയിൽ, ഉയർന്നിരിക്കാതെ ഫ്ലോറിലേക്ക് ടച്ച് ആവുന്ന രീതിയിൽ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ 2 കാലും ഈ പാദം രണ്ടും സീറ്റിന്റെ പുറത്തേക്ക് ആയിരിക്കണം. പാദത്തിന്റെ മുകളിലിരിക്കാതെ പാദം പുറത്തേക്ക് മാറ്റിയിട്ട് ഫ്ലോറിലേക്ക് സീറ്റ് ഇതുപോലെ ഇരിക്കുക. വീണ്ടും മുന്നിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് റൈസ് ചെയ്യുക. കൈകൾ രണ്ടും ഈ ഒരു പൊസിഷനിലേക്ക് വരിക. ഇവിടെ നിന്ന് ബോഡി താഴേക്ക്. ഈ സമയത്ത് നിങ്ങൾ താഴേക്ക് ഫ്ലോറിലേക്ക് ചെസ്റ്റ് ടച്ച് ചെയ്യേണ്ടതില്ല. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിന് മാത്രം മതിയാവും. ഇനി വരുന്ന സമയത്ത് ഈ ഒരു ബെൻഡ് മാത്രം മതി. വീണ്ടും തിരിച്ചു പോവുക. തിരിച്ചു പോകുന്ന സമയത്ത് പഴയതുപോലെ സീറ്റ് ഫ്ലോറിലേക്ക് ടച്ച് ആവുന്ന രീതിയിൽ ഹെഡും കൂടി താഴേക്ക് ടച്ച് ചെയ്യുക. വീണ്ടും ഈ ഒരു മൂവ്മെന്റ്, ഇതും ഒരു 5-6 തവണ ഈ ഒരു മൂവ്മെന്റ് ചെയ്യുക. ഈ ഇരിക്കുന്ന മൂവ്മെന്റ് നിങ്ങൾക്ക് പലർക്കും ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യുന്ന സമയത്ത് ലെഗ് ഒരല്പം അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് കാല് 2 ഇതുപോലെ വെച്ചിട്ട് കാലിന്റെ മുകളിലേക്ക് പാദത്തിലേക്ക് തന്നെ കയറിയിരിക്കുക. ഇങ്ങനെ ഇരുന്ന് ശീലിക്കുക. അതിനുശേഷം പതിയെ ഇതൊരല്പം ഒന്ന് കുറച്ചുകൂടി ഒന്ന് അകത്തിയിട്ട് ഈ ഒരു ഹൈറ്റ് കുറച്ചുകൂടി കുറക്കാം. ഇപ്പൊ ഈ ഒരു ഇത്രയും ഇത് കിട്ടിയത് കുറച്ചുകൂടി താഴ്ത്താം. പിന്നെ അതിനുശേഷം നീ ഒരു അല്പം കൂടി ഫ്രണ്ടിൽ ഇത്തിരി കുറച്ചുകൂടി ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ബാക്കും കൂടി ഓപ്പൺ ചെയ്തിട്ട് ഇത് പതിയെ താഴേക്ക് മാറ്റാം. ഇനി സീറ്റിംഗ് ആണ് ഇതുപോലെ താഴെ ഫ്ലോറിൽ ടച്ച് ആയിട്ടാണ് ഇരിക്കാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് ഈ ഒരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഇരിക്കാൻ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് 2 കൈയും ഇതുപോലെ തന്നെ കാലിൻ്റെ ആംഗിളിലേക്ക് ഒന്ന് ക്യാച്ച് ചെയ്യുക. എന്നിട്ട് പതിയെ ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് ഡൗൺ ചെയ്യുക. ബോഡി താഴേക്ക് ഇടുക. ഹെഡ് താഴേക്ക് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്യുക. ഇവിടെ നിന്ന് സ്ലോവില് ഒന്ന് അപ്പ് ചെയ്യുക. അപ്പ് ചെയ്ത് വരുന്ന സമയത്ത് കൈകൾ രണ്ടും മുന്നിലേക്ക് എടുക്കുക. ഹെഡ് ഫ്ലോറിലേക്കൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ സീറ്റ് അവിടെ നിന്ന് ഉയർന്ന് ഇങ്ങനെ പോരാതെ താഴെ വെച്ചിട്ട് വേണം ടച്ച് ചെയ്യേണ്ടത്. വീണ്ടും തിരിച്ച് കൈകൾ ഇവിടെ തന്നെ വരിക. സ്ലോവില് ഡൗൺ ചെയ്യുക. ഡൗൺ ചെയ്ത് വരുന്ന സമയത്ത് ഹെഡ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുക. ഫസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ വെക്കുക. നിങ്ങൾ ഫുൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിവർന്ന് നടക്കും. ആദ്യത്തെ സ്റ്റേജിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഹൈറ്റ് ഇട്ടിട്ട് ഹെഡ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുക. പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ താഴേക്ക് ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ഇടാം. ജസ്റ്റ് ഇവിടെ നിന്ന് അടുത്ത മൂവ്മെൻറ്റ് സ്ലോവിൽ അപ്പ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. കാല് 2 ഇതുപോലെ സ്റ്റഡി ആയിട്ട്, മുട്ടുകാല് ബെൻഡ് ആവാതെ താഴെ അഡീഷൻ താഴെ ടച്ച് ആയിരിക്കുന്ന രീതിയിൽ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. കൈകൾ രണ്ടും ഈ കാലിന് പുറത്തുകൂടി. നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇതിലൊക്കെ ഒന്ന് ടച്ച് ചെയ്യാൻ നോക്കുക. കുറേ പേർക്കൊക്കെ ഇങ്ങനെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അപ്പം ഇനി ബെൻഡ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതുപോലെ ഫസ്റ്റ് സ്റ്റേജ് ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്യുക. നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കൈ രണ്ടും ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്ത് പിടിക്കുക. ഹെഡ് നീയിലേക്ക് ടച്ച് ആവുന്ന രീതിയിൽ ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ ഇങ്ങനെ ടച്ച് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹൈറ്റ് കുറച്ചും കൂടി ഒരു ഫ്രീ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഗ് ഒരു അല്പം ഒന്ന് വൈഡ് ചെയ്യാം. അതിനുശേഷം ഹെഡ് ഫ്ലോറിലേക്ക് ടച്ച് ചെയ്യാം. ഇപ്പം നമ്മൾ ഇവിടെ കിട്ടിയത് കുറച്ചും കൂടി ഫ്ലോറിലേക്ക് ആക്കാം. നമുക്ക് കുറച്ചും കൂടി ബെൻഡ് കുറച്ചും കൂടി കൂടുതലാവും. ഫസ്റ്റ് സ്റ്റേജിൽ ഇവിടെ ചെയ്തത് ലെഗ് ഒന്ന് വൈഡ് ചെയ്തിട്ട് ഫ്ലോറിലേക്ക് ആക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ക്ലിയറൻസ് കൂടി കിട്ടും. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ആദ്യം ചെയ്യാം. അപ്പോൾ അടുത്തൊരു മൂവ്മെൻ്റ് ആയിട്ട്
ഇതുപോലെ തന്നെ ഇരിക്കുക. ആദ്യമേ ഇവിടെ ക്യാച്ച് ചെയ്തിട്ട് ഹെഡ് ഒന്ന് ഇവിടെ കൊണ്ടുപോയി ടച്ച് ചെയ്യുക. എത്തുന്ന സമയത്ത് താഴേക്ക് ഇതുപോലെ കിടക്കുക. കൈകൾ രണ്ടും ഇവിടേക്ക് കുത്തുക. ഇനി 2 ലെഗും റൈസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ടച്ച് ചെയ്യുകയാണ് നമ്മൾ തലയുടെ പുറകുവശത്ത്. അപ്പം ഇവിടെ നിന്ന് ഒരുമിച്ച് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് വരിക. ഇവിടെ വരുന്ന സമയത്ത് ടച്ച് ചെയ്ത് പിടിക്കുക. തിരിച്ച് വീണ്ടും ബാക്കി പോവുക. ആ പോകുന്നതിൻ്റെ കൂടെ ബോഡി ഒന്ന് റൈസ് ചെയ്യുക. ഇവിടെ വരുന്ന സമയത്ത് ക്യാച്ച് ചെയ്യുക. തിരിച്ചു പോകുന്ന സമയത്ത് ഡൗൺ ചെയ്യുക. അതിനോടൊപ്പം ഈ ലെഗ് കൂടി എടുത്ത് വിടുക. ഫസ്റ്റ് സ്റ്റേജിൽ സ്ലോവിൽ ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ കുറച്ച് ഫ്രീ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്ട്രെച്ചിങ്ങുകൾ ചില ബോഡി സ്ട്രെച്ചിങ്ങുകൾ നമ്മൾ കുറച്ച് ഫ്രീ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സ്പീഡും കൂട്ടാം. നമ്മൾ നോർമലി ബേസിക് സ്ട്രെച്ചാണ് നമ്മൾ കുറച്ച് ടൈമിങ് എടുത്ത് ചെയ്യുന്നത്. പക്ഷെ ബാക്കിയുള്ള കുറച്ച് ഇപ്പം നമ്മൾ കുംഫുവിലേക്ക് വരുന്ന സമയത്ത്, നമ്മൾ അഡ്വാൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറേ മൂവ്മെൻറ്റുകൾ നമുക്ക് മിക്സ് ചെയ്ത് കുറച്ചുകൂടി ഫ്ലുവൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് നോൺ സ്റ്റോപ്പ് ആയിരിക്കും അങ്ങനെയുള്ള മൂവ്മെൻറ്റുകൾ വരുമ്പോൾ. അപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഈ ഒരു ചെയ്ത മൂവ്മെൻറ്റ് തന്നെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ സ്ലോവിലാണ് ചെയ്തത്. അപ്പോൾ നമ്മളിത് കുറച്ചുകൂടി ഒരു ഫാസ്റ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ ടച്ച് വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ടച്ച് വന്നു, വീണ്ടും വരുന്ന സമയത്ത് ടച്ച് 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 ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ